നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ വേനലവധിക്കാലത്ത് സ്പെഷ്യൽ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ 135ാം ജന്മദിനാഘോഷം സാംബവ മഹാസഭ ചാലക്കുടി യൂണിയന്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. സോഷ്യൽ മീഡിയ വഴി മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന രീതി അംഗീകരിക്കാനാകില്ലെന്ന് ബെന്നി ബെഹനാൻ MP. സംസ്ഥാനത്തെ സ്വർണ്ണവില വീണ്ടും കൂടി. ശബരിമല യുവതി പ്രവേശന കേസുമായി ബന്ധപ്പെട്ട് NSS സുപ്രീംകോടതിയിൽ ഉന്നയിച്ച വാദങ്ങളെ തള്ളി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ വേനലവധിക്കാലത്ത് സ്പെഷ്യൽ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പ്രകാരം മാർച്ച് മാസത്തിലെ അവസാന പ്രവൃത്തി ദിവസം മുതൽ മെയ് മാസം വരെ കുട്ടികൾക്ക് വേനലവധി അനുവദിച്ചിട്ടുള്ളതാണ്. ഇത് കൃത്യമായി പാലിക്കപ്പെടേണ്ടതുണ്ടെന്നും ചട്ടവിരുദ്ധമായി ക്ലാസുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ചുട്ടുപൊള്ളുന്ന വേനൽ ചൂട് കണക്കിലെടുത്ത് തൊഴിലാളികൾക്ക് ഉൾപ്പെടെ സർക്കാർ പുതുക്കിയ തൊഴിൽ സമയക്രമം നിശ്ചയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളെ വിദ്യാലയങ്ങളിൽ എത്തിക്കുന്നത് അവരുടെ മൗലിക അവകാശങ്ങളുടെയും മനുഷ്യാവകാശങ്ങളുടെയും ലംഘനമാണ്. കഠിനമായ ചൂടിൽ സ്കൂളുകളിലെ പഠന അന്തരീക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ബാലാവകാശ കമ്മീഷന്റെ കോടതികളുടെയും മുൻ ഉത്തരവുകൾ പ്രകാരം കുട്ടികളുടെ അവധിക്കാലം തടസ്സപ്പെടുത്താൻ ആർക്കും അവകാശമില്ല. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് പുറമെ CBSE, ICSE തുടങ്ങി എല്ലാ സ്ട്രീമുകളിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളും ഈ നിർദ്ദേശം പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അവധിക്കാല ക്ലാസുകൾ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ഉന്മേഷത്തെ പ്രതികൂലമായി ബാധിക്കും. അതിനാൽ യാതൊരു കാരണവശാലും സ്പെഷ്യൽ ക്ലാസുകൾ അനുവദിക്കില്ലെന്നും ഇത് ലംഘിക്കുന്ന വിദ്യാലയങ്ങളെ നിരീക്ഷിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ 135ാം ജന്മദിനാഘോഷം സാംബവ മഹാസഭ ചാലക്കുടി യൂണിയന്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. സാംബവ മഹാസഭ മുൻ സംസ്ഥാന പ്രസിഡന്റ് PK ശങ്കർദാസ് ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് മോഹനൻ പാട്ടാളി അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ പ്രസിഡന്റ് KR രാധാകൃഷ്ണൻ ജന്മദിന സന്ദേശം നൽകി. യൂണിയൻ സെക്രട്ടറി VM സുബ്രൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി കലാഭവൻ ജയൻ, PK സാജൻ, VK മോഹനൻ, ലാലു ചാലക്കുടി, AM സുബ്രൻ, VK കുമാരൻ എന്നിവർ സംസാരിച്ചു. തുടങ്ങിവെച്ച സാമൂഹിക പ്രസ്ഥാനങ്ങൾ കുറ്റിയടിച്ചു കെട്ടിയതുപോലെ തന്നെ ഇന്നും ഒരിഞ്ച് പോലും മുന്നോട്ട് പോകാനാവാത്ത സാഹചര്യത്തിലാണ് നിലകൊള്ളുന്നത്. സാമൂഹ്യപരമായ ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് ഉയർച്ചയും നമുക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ മതേതര കേരളം എന്ന് പറയുമ്പോൾ ജാതീയമായ അടിച്ചമർത്തലുകൾ പുരോഗമന കേരളത്തിൽ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, രോഹിത് വെമൂല, സിദ്ധാർത്ഥ്, അവസാനമായി അതിൻ്റെ ഇരയായി നിതിൻ രാജ് എന്ന 22കാരൻ ചക്കരക്കല്ല് മെഡിക്കൽ കോളേജിൽ BDS 1ാം വർഷ വിദ്യാർത്ഥി അധ്യാപകരായിട്ടുള്ള ഗുരുക്കന്മാരുടെ ജാതീയമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പടിഞ്ഞാറൻ ചാലക്കുടി പറമ്പിക്കാട്ടിൽ വിഷ്ണുമായ ക്ഷേത്രത്തിലെ വെള്ളാട്ടു മഹോത്സവം വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു.
വെള്ളിയാഴ്ച വൈകിട്ട് 6:30 ഭജനാമൃതം, രാത്രി 8:30 അന്നമനട സുരേഷിന്റെ മൃദംഗമേള, 8:45 കൈക്കൊട്ടിക്കളി, ശനിയാഴ്ച വൈകിട്ട് 5:30 തായമ്പക, കളകളി, തെയ്യം, മുടിയാട്ടം, വിളംബര ഘോഷയാത്ര, ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:30 കൈക്കൊട്ടിക്കളി, ഉച്ചയ്ക്ക് 2 മണിക്ക് വൈദേഹി സുരേഷിന്റെ സോപാന ഗീതാഞ്ജലി എന്നിവ നടക്കും. ശനിയാഴ്ച രാത്രി 8 മണി മുതൽ ഞായറാഴ്ച വൈകിട്ട് 7 മണി വരെ 8 കളങ്ങൾ അവതരിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് സിൽജോ വിജയൻ, ട്രഷറർ ഷിബു കാരക്കുളത്തുനാട്, കമ്മിറ്റി അംഗങ്ങളായ പി കെ മണിക്കുട്ടൻ, അരുൺ രവി, അഭിലാഷ് ശ്യാമൻകുട്ടി എന്നിവർ പങ്കെടുത്തു. 8 കളങ്ങൾ വെള്ളാട്ട് മഹോത്സവത്തിൽ പൂജിക്കുന്ന അപൂർവമായ ക്ഷേത്രമാണ് ചാലക്കുടി ശ്രീ വിഷ്ണുമായ സന്നിധി. ഏകദേശം 400 വർഷം പഴക്കമുള്ള പ്രാചീനമായിട്ടുള്ള ക്ഷേത്രമാണ് പറമ്പിക്കാട്ടി വിഷ്ണുമായ ക്ഷേത്ര സമിതിയുടെ കീഴിലുള്ള ചാലക്കുടി ശ്രീ വിഷ്ണുമായ സന്നിധി. 3 ദിവസങ്ങളായിട്ടാണ് നമുക്കിവിടെ വെള്ളാട്ട് മഹോത്സവം ആഘോഷിക്കുന്നത്. ആദ്യത്തെ ദിവസം പ്രശസ്ത കലാകാരന്മാർ സാധിക്ക് ദേവിക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന കലാപരിപാടികളാണ് ആദ്യത്തെ ദിവസം. വെള്ളിയാഴ്ച 17-ാം തീയതി വൈകിട്ട് 6 മണിക്ക് പ്രശസ്ത ഭജന ഗായക സംഘം കാലടി ശങ്കര ഭജൻസ് അവതരിപ്പിക്കുന്ന ഭജനാമൃതം വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് ക്ഷേത്ര കോമ്പൗണ്ടിൽ അടങ്ങും. ഏകദേശം 8:30 മണി വരെ ഉണ്ടാവും. അതിന് ശേഷം അന്നമനട ശ്രീ സുരേഷും അദ്ദേഹത്തിന്റെ ശിഷ്യരും കൂടി അവതരിപ്പിക്കുന്ന മൃദംഗമേള രാത്രി 8:45 കൂടിയിട്ട് ക്ഷേത്ര കോമ്പൗണ്ടിലുണ്ടാക്കി. സോഷ്യൽ മീഡിയ വഴി മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന രീതി അംഗീകരിക്കാനാകില്ലെന്ന് ബെന്നി ബെഹനാൻ MP. സോഷ്യൽ മീഡിയ വഴി മുഖ്യമന്ത്രി ചർച്ച വേണ്ടെന്ന് ബെന്നി ബെഹനാൻ. മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇപ്പോൾ ചർച്ച നടത്തുന്നത് നല്ല പ്രവണതയല്ലെന്നും പാർട്ടി നേതൃത്വം ഇതിൽ കർശനമായി ഇടപെടണമെന്നും അദ്ദേഹം പറഞ്ഞു. ചർച്ച നടത്തുന്നവർക്ക് കോൺഗ്രസ് നന്നാവുക എന്നതല്ല ലക്ഷ്യം, മറ്റു പല ലക്ഷ്യങ്ങളും ഉണ്ടാകാം. ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ ഞങ്ങൾ തീരുമാനിച്ചുകൊള്ളാം. ഗോവിന്ദമാഷ് അതിൽ തീരുമാനമെടുക്കേണ്ടതില്ലെന്നും ബെന്നി ബെഹനാൻ അങ്കമാലിയിൽ പറഞ്ഞു. മുഖ്യമന്ത്രി പദത്തിലെ ചർച്ചകൾ വേദനാജനകമാണ്. നേതൃത്വം അതിൽ കർശനമായി ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ശബരിമല യുവതി പ്രവേശന കേസുമായി ബന്ധപ്പെട്ട് NSS സുപ്രീംകോടതിയിൽ ഉന്നയിച്ച വാദങ്ങളെ തള്ളി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ക്ഷേത്രങ്ങളിൽ ആർക്കൊക്കെ പ്രവേശനം നൽകാമെന്ന് പ്രത്യേക മതവിഭാഗങ്ങളിൽപ്പെട്ടവർ തന്നെ തീരുമാനിക്കണമെന്ന NSSന്റെ വാദത്തെയാണ് ബോർഡ് അതിശക്തമായി എതിർത്തത്. ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി 8 പേജുള്ള നിർണായകമായ ഒരു കുറിപ്പ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന് മുമ്പാകെ സമർപ്പിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ച NSSനായി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ CS വൈദ്യനാഥനായ വിവാദമായ വാദം കോടതിയിൽ ഉന്നയിച്ചിരുന്നത് ഒരു പ്രത്യേക വിഭാഗവുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിൽ പ്രവേശന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ആ വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ ഈ വാദത്തോട് അന്ന് തന്നെ ഭരണഘടനാ ബെഞ്ചിലുണ്ടായിരുന്ന ജസ്റ്റിസ് BV നാഗരത്ന വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡും ഔദ്യോഗികമായി തങ്ങളുടെ വിയോജിപ്പ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. പൊതുക്ഷേത്രങ്ങളിൽ ജാതിയുടെയോ വർഗത്തിന്റെയോ അടിസ്ഥാനത്തിലുള്ള യാതൊരുവിധ വിലക്കുകളും തങ്ങൾ അംഗീകരിക്കുന്നില്ലെന്ന് ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ വ്യക്തമാക്കുന്നു. ജാതിവർഗ അടിസ്ഥാനത്തിലുള്ള വിവേചനം അംഗീകരിക്കാനാവില്ലെന്ന് മനു അഭിഷേക് സിംഗ്വി സമർപ്പിച്ച നോട്ടിൽ എടുത്തു പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമായി ക്ഷേത്രപ്രവേശനം നിശ്ചയിക്കാനുള്ള അധികാരം നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന സൂചനയാണ് ബോർഡ് നൽകുന്നത്. ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നവർ അവിടുത്തെ ആചാരങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണെന്ന് ബോർഡ് വ്യക്തമാക്കുന്നുണ്ട്. നാലമ്പലത്തിനുള്ളിൽ കടക്കുന്നവർ ക്ഷേത്ര ആചാരങ്ങൾ പൂർണ്ണമായും പിന്തുടരണം. ശബരിമലയിലെ വിഷയത്തിൽ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയായതിനാൽ അവിടെ യുവതീ പ്രവേശനത്തിനുള്ള വിലക്ക് അനിവാര്യമാണെന്നും അത് മാറ്റരുതെന്നും ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയെ അറിയിച്ചു. ആചാരപരമായ പ്രത്യേകതകൾ നിലനിർത്തണമെന്ന നിലപാടിലാണ് ബോർഡ് ഉറച്ചു നിൽക്കുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കൂടി.
പവന് 160 രൂപ വർദ്ധിച്ചതോടെ സ്വർണ്ണവില 1,14,000 മുകളിലെത്തി. 1,14,080 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 20 രൂപയാണ് വർദ്ധിച്ചത്. 14,260 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവ് വരുമെന്ന് പ്രതീക്ഷ നൽകി വീണ്ടും അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന റിപ്പോർട്ടുകളാണ് സ്വർണ്ണവിലയെ സ്വാധീനിച്ചത്. ഇതിന്റെ ഫലമായി എണ്ണവില കുറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്വർണ്ണവില വർദ്ധിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷമാണ് പ്രധാനമായി സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. ഇതിനെ തുടർന്ന് എണ്ണവില കൂടുന്നതും കുറയുന്നതും സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നുണ്ട്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ പുകഴ്ത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് K സുധാകരൻ. ഇന്നത്തെ കേരളത്തിനാവശ്യം KCയുടെ നേതൃത്വമാണ്. താഴെത്തട്ടിൽ നിന്ന് സംഘടനയുടെ ഓരോ ഘട്ടവും അനുഭവിച്ചു വളർന്നു വരുന്ന ഒരു നേതാവിന് മാത്രമേ പ്രവർത്തകരുടെ മനസ്സറിയാനും അവരുടെ പ്രതീക്ഷകൾക്ക് മറുപടി നൽകാനും കഴിയൂ. പാർട്ടിയോടുള്ള അചഞ്ചലമായ ആത്മാർത്ഥത, പ്രതിസന്ധികളിൽ പോലും പിന്നോട്ടില്ലാത്ത ഉറച്ച നിലപാട്, പ്രവർത്തകരോട് കാണിക്കുന്ന വിനയവും ആദരവുമാണ് KC വേണുഗോപാലിനെ വ്യത്യസ്തനാക്കുന്നതെന്ന് K സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. കോൺഗ്രസിനും UDFനും ശക്തമായ ദിശാബോധം നൽകാൻ ദേശീയ നേതൃത്വത്തിന് കരുത്ത് പകരുന്നത് പോലെ കേരളത്തിലെ ജനങ്ങളെയും പ്രവർത്തകരെയും പ്രചോദിപ്പിച്ച് നാളെയുടെ ഭരണത്തിന് ദിശാബോധം നൽകാൻ കഴിയുന്ന നേതാവായി KC വേണുഗോപാലൻ ഉയരട്ടെ എന്ന് കുറിപ്പിൽ പറയുന്നു. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നു. സംസ്ഥാനത്തെ 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് ഈ മാസം 19 വരെ ഉയർന്ന താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്നേക്കാം എന്നാണ് അറിയിപ്പ്. കോട്ടയം ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം മലയോര മേഖലകളിൽ ഒഴികെ ഞായറാഴ്ച വരെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. കനത്ത ചൂടിൽ നിർജ്ജലീകരണം മാത്രമല്ല, ഉറക്കമില്ലായ്മ, തലവേദന തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ധാരാളം വെള്ളം കുടിക്കുക, പകൽ സമയത്ത് സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക എന്നിങ്ങനെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ചെട്ടിക്കുളത്ത് 80 അടിയോളം ആഴമുള്ള പാറമടയിൽ വീണ ആടുകളിൽ ഒന്നിനെ ഒഴികെ ഫയർഫോഴ്സ് എത്തി രക്ഷിച്ചു. ഫയർ റെസ്ക്യൂ ഓഫീസർ ജയകൃഷ്ണൻ റോപ്പ് ഉപയോഗിച്ച് പാറമടയിലേക്ക് ഇറങ്ങി ആടുകളെ ഓരോന്നായി കരയ്ക്ക് കയറ്റുകയായിരുന്നു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ RK രമേശ്, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ PO വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിൽ സേനാംഗങ്ങളായ ശ്യാം മോഹൻ, റെജി S വാര്യർ, VN അരുൺ, PS മിഥുൻ, ഹോംഗാർഡ് KK അബൂബക്കർ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. ആട് നന്നായിട്ട് നീന്തണ്ടല്ലേ, നീന്താനറിയാം. BSNL റിട്ടയർഡ് AGM ഒരുങ്ങൂർ റോസറി ലൈൻ വടക്കുംപാടൻ ജോസഫ് എന്ന ജോയ് നിരാധനായി 84 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4-ന് ഒരുങ്ങൂർ സെന്റ് സെബാസ്റ്റ്യൻ പള്ളി സെമിത്തേരിയിൽ. ചമ്പന്നൂർ സെന്റ് റീത്താസ് പള്ളി വികാരി ഫാദർ പോൾ കൈപ്രൻപാടന്റെ മാതാവും മൂക്കന്നൂർ കൈപ്രൻപാടൻ പൗരോ ഭാര്യ റോസമ്മ നിരാധിയായി. 92 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30-ന് മൂക്കന്നൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ. ചായ്പുമുഴിക്കാവുങ്ങൽ വർഗീസ് നിരാധനായി 76 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ വേനലവധിക്കാലത്ത് സ്പെഷ്യൽ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി.
ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ 135ാം ജന്മദിനാഘോഷം സാംബവ മഹാസഭ ചാലക്കുടി യൂണിയന്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. സോഷ്യൽ മീഡിയ വഴി മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന രീതി അംഗീകരിക്കാനാകില്ലെന്ന് ബെന്നി ബെഹനാൻ MP. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കൂടി. ശബരിമല യുവതി പ്രവേശന കേസുമായി ബന്ധപ്പെട്ട് NSS സുപ്രീംകോടതിയിൽ ഉന്നയിച്ച വാദങ്ങളെ തള്ളി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.